ഹലോ കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴം. കുട്ടിക്കാലത്തിൻ്റെ കുസൃതികളും സാഹസികതകളും നിറഞ്ഞ ഒരു സുന്ദര കാവ്യമാണ് മാർക്ക് ട്വെയിൻ്റെ വിശ്വപ്രസിദ്ധമായ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ എന്ന നോവൽ. മിസിസിപ്പി നദിക്കരയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ടോം സോയർ ഒരു വികൃതി പയ്യനാണ്, കുസൃതികളുടെ രാജകുമാരൻ. പോളിയമ്മായിയുടെ സംരക്ഷണയിൽ വളരുന്ന ടോം സ്കൂളിൽ പോകാനോ പള്ളിയിൽ പോകാനോ വീട്ടിലെ പണി ചെയ്യാനോ അവൻ ഒട്ടും താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഒളിച്ചോടാനും കൂട്ടുകാരോടൊപ്പം നടക്കുവാനുമാണ് അവനിഷ്ടം. പോളിയമ്മായി കൊടുക്കുന്ന ശിക്ഷകൾ പോലും അവൻ സ്വന്തം ബുദ്ധി കൊണ്ട് ഒരു വിനോദമാക്കി മാറ്റാറുണ്ട്. ഒരിക്കൽ മതിൽ വെള്ള പൂശാൻ അമ്മായി ശിക്ഷയായി ഏൽപ്പിച്ചപ്പോൾ അതൊരു വലിയ ഭാഗ്യമാണെന്ന് അഭിനയിച്ച് മറ്റു കുട്ടികളെ കൊണ്ട് അത് ചെയ്യിക്കുകയും അവരിൽ നിന്ന് സമ്മാനം വാങ്ങുകയും ചെയ്യുന്നുണ്ട്. ടോം ഒരിക്കൽ കൂട്ടുകാരായ ഹക്കും ജോ ഹാർപ്പറും ചേർന്ന് ഒരു ദ്വീപിലേക്ക് ഒളിച്ചോടുന്നു. അവർ മരിച്ചുപോയി എന്ന് ഗ്രാമീണർ കരുതി അവർക്കായി പള്ളിയിൽ പ്രാർത്ഥന നടത്തുമ്പോൾ ഇതാ സ്വന്തം അന്ത്യകർമ്മങ്ങൾ കാണാൻ മൂവരും നാടകീയമായി പള്ളിയിലേക്ക് കടന്നു വരുന്നു. ഈ രംഗം വായനക്കാരിൽ ചിരിയും അത്ഭുതവും നിറക്കും തീർച്ച. ടോമിന്റെ അടുത്ത കൂട്ടുകാരനാണ് ഹക്കിൾബെറി. ഒരു രാത്രിയിൽ ചത്ത പൂച്ചയുമായി അന്ധവിശ്വാസത്തിന്റെ പുറത്ത് പള്ളിപ്പറമ്പിൽ അവർ പോകുന്നു. എന്നാൽ അവിടെ വെച്ച് അവർ തികച്ചും അപ്രതീക്ഷിതമായി ഭയപ്പെടുത്തുന്ന ഒരു കൊലപാതകത്തിന്റെ സാക്ഷികളാകുന്നു. ഇന്ത്യൻ ജോ എന്ന ക്രൂരനായ മനുഷ്യൻ ഡോക്ടർ റോബിൻസനെ കൊലപ്പെടുത്തുന്നതാണ് ടോമും ഹക്കും ഒളിച്ചിരുന്ന് കണ്ടത്. പിന്നീട് നിരപരാധിയായ മഫ് പോർട്ടർ എന്നയാൾ ഈ കൊലപാതക കുറ്റത്തിന് ശിക്ഷിക്കപ്പെടും എന്നുറപ്പായപ്പോൾ ടോമിന്റെ മനസാക്ഷി അവനെ അലട്ടുന്നു. ജീവൻ പണയം വെച്ചു അവൻ കോടതിയിൽ സത്യം വിളിച്ചു പറയുന്നു. ഇന്ത്യൻ ജോ ജനാലയിൽ കൂടെ ചാടി രക്ഷപ്പെടുന്നു. പിന്നീട് തൻ്റെ കാമുകിയുമായി, അതായത് ബക്കി താച്ചറുമായി ഗുഹയിൽ വഴിതെറ്റിപ്പോകുന്ന ടോം ഇന്ത്യൻ ജോയുടെ മുന്നിൽ പെടുന്നുണ്ടെങ്കിലും അസമാന ധൈര്യം സംഭരിച്ചുകൊണ്ട് ബക്കറിനെയും കൂട്ടി അവൻ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെടുന്നു. പിന്നീട് ഗ്രാമീണർ ആ ഗുഹ അടച്ചുപൂട്ടുകയും ഇന്ത്യൻ ജോ അതിൽപ്പെട്ട് മരിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ ജോ ഒളിപ്പിച്ചു വെച്ചിരുന്ന വലിയൊരു നിധിശേഖരണം ടോമും ഹക്കും ചേർന്ന് ഗുഹയിൽ നിന്ന് കണ്ടെത്തുന്നതോടെ ആ ഗ്രാമത്തിലെ ഹീറോകളും വലിയ സമ്പന്നരും അവരായി മാറുന്നു. ഹക്കമിനെ ഒരു നല്ല കുട്ടിയായി വളർത്താൻ ഗ്രാമത്തിലെ ഒരു മാന്യസ്ത്രീ ദത്തെടുക്കുന്നതോടുകൂടി കഥ അവസാനിക്കുന്നു. കേവലം ഒരു കുട്ടിക്കഥ എന്നതിനപ്പുറം സ്വാതന്ത്ര്യത്തിന്റെ മനോഹാരിതയും കപടമായ സാമൂഹ്യ നിയമങ്ങൾക്കെതിരെയുള്ള ചെറുത്തുനിൽപ്പും കുട്ടിക്കാലത്തിന്റെ നിഷ്കളങ്കതയും അടയാളപ്പെടുത്തുന്ന ഒരു അനശ്വര കൃതിയാണ് ടോം സോയർ.